Good evening, Suresh. Good evening, Anu. Good evening, Chitra. Jiju, Bhadra, good evening. Gauri, good evening. Chitra in the correct time in etti. Good evening, Bhadra. Deepu, good evening. Bindu, good evening. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ പഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്. അത് നമുക്ക് ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അഡീഷണൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഇന്ന് നമുക്ക് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. വരട്ടെ, എല്ലാവരും വരട്ടെ. ഇന്നലെ നമുക്ക് വ്യൂവേഴ്സ് വളരെ കുറവായിരുന്നു. ധാര, ഗുഡ് ഈവനിങ് ധാര. റിസമോൾ വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ്. റിസമോള് എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിൽ ആദ്യമാണ്. ആര്യൻ ആദിത്യൻ, അഞ്ജു സുരേഷ്, വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ്. ജിത്തിൻ, ഹരിത, ഗുഡ് ഈവനിങ്. അക്ഷര, ഗുഡ് ഈവനിങ്. റിസമോൾ ആദ്യമല്ലേ എൻ്റെ ക്ലാസ്സിൽ? കണ്ടു നോക്കണേ ക്ലാസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ദിവസവും കയറണം കേട്ടോ. അനൂപ് വെൽക്കം. ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ഒക്കെ വേണോ അൻഫലിന്? നമുക്ക് തരാം, നോക്കാം. എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അൻഫലിന് ആ ക്വസ്റ്റ്യൻസ്. പുതിയതായിട്ട് എൻ്റെ ക്ലാസ്സിൽ കയറിയവർക്ക് വേണ്ടി പറയുകയാണ്, എൻ്റെ പ്രൊഫൈൽ നെയിം പ്രീത ടി എന്നാണ്. ഫോളോ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണം കേട്ടോ. ഹായ് ഗൗരി. പ്രസാദ്, റിനീഷ് വെൽക്കം. ശ്രേയസ് വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ്. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവരും വന്നോട്ടെ. ദക്ഷിണ വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ്. അർജുൻ, അംബിക ബിന്ദു വെൽക്കം, ഗുഡ് ഈവനിങ്. ഹായ് അർജുൻ. അർജുൻ എൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടോ അർജുൻ? ഇല്ല, ആദ്യമായിട്ടാണല്ലേ. ഇനി തൊട്ട് എല്ലാ ദിവസവും 9 മണി തൊട്ട് 10 മണി വരെ എൻ്റെ ക്ലാസ്സിൽ കയറണം കേട്ടോ.
ഫസ്റ്റ് ക്ലാസ്. ഓക്കെ. ഹായ് അക്ഷര. ഭരത്, ഗുഡ് ഈവനിങ് ഭരത്. അർജുൻ എൻ്റെ പ്രൊഫൈൽ നെയിമായ പ്രീതാറ്റി ഫോളോ ചെയ്യണേ. ഫോളോ ചെയ്ത് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ ക്ലാസ്സിൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ദിവസവും 9 മണിക്ക് വരണം. ഹായ് റിനീഷ്. ചേഞ്ച് ഒന്നുമില്ല ഗൗരി. ഫോളോ ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. നിങ്ങൾ എനിക്ക് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. പലരും പല ടൈം പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും ഈ 9 to 10 പ്രിഫറബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. 9 മണി തൊട്ട് 10 മണി വരെ നമുക്ക് എന്താ പറയുന്ന സമാധാനമായിട്ട് ഇരിക്കാലോ. രാവിലെ നാളെ തൊട്ട് പ്ലസ് കോഴ്സ് സെക്കൻഡ് ഷെഡ്യൂൾ എൻ്റെത് തുടങ്ങിയാണ്. 7 to 8:30 ആണ്. 1.5 മണിക്കൂറാണ്. രാവിലെ 7 മണി തൊട്ട് 8:30 വരെ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാം ഒന്ന് കയറി കാണണേ. രാവിലെ 7 മണിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അത് എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. ആ പ്ലാൻ എടുത്തവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, പബ്ലിക്കിനല്ല അത്. അപ്പം പൈസ പേ ചെയ്തവർക്ക് രാവിലെ 7 to 8:30. നാളത്തെ ടോപ്പിക്ക് ടൈം ആൻഡ് വർക്ക് ആണ്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറണം. അർജുൻ സബ്സ്ക്രൈബ് ചെയ്യ്. അർജുൻ എൻ്റെ റെഫറൽ കോഡ് പറഞ്ഞാൽ 10% ഡിസ്കൗണ്ടും കിട്ടുവേ. 1 year കോഴ്സിന് ജോയിൻ ചെയ്. 1 year കോഴ്സ് ആകുമ്പം അത് എന്താ പറയുന്നത്, ഏറ്റവും നല്ലത് 1 year കോഴ്സിന് ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതേപോലെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് കളയരുത്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കണം. അത് 1-2 ദിവസമല്ല, നമ്മുടെ എക്സാം ഡേറ്റ് വരെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല റാങ്കിൽ വരാം. ഷഹനാസ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. ലക്ഷ്മി, ഗുഡ് ഈവനിങ്. തൽക്കാലം ഞാൻ മാത്സ് മാത്രമേ എടുക്കുന്നുള്ളൂ അർജുൻ. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്സുമായിട്ട്. നമ്മൾ ഇന്നലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്ന എന്തെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്, കേരള യൂണിവേഴ്സിറ്റിയുടെ അതിന്, പിന്നെ LD ക്ലർക്കിന്, എന്തോ ജയിൽ വാർഡൻ, അങ്ങനെ കുറേ സംഭവത്തിന് ആ ക്വസ്റ്റ്യൻസ് എല്ലാം പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ കൂടുതൽ ചെയ്യിപ്പിക്കുകയായിരുന്നു. എങ്കിലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ ആ ഷോർട്ട് കട്ട് മനസ്സിലാക്കാനും നല്ല എളുപ്പമാണ്. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്. ലിഖിൽ, വെൽക്കം ലിഖിൽ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഇനി വരുന്നവരൊക്കെ വരട്ടെ. ഓക്കെ. അപ്പൊ ഇന്നലെ ഞാൻ കാണിച്ച ടോപ്പിക് ആയിരുന്നു. അതായത് ഡിസ്റ്റൻസും സ്പീഡും
ടൈമും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് നമ്മൾ ടൈം തീരാറായത് കൊണ്ട് നമ്മൾ ആ ടോപ്പിക് അങ്ങ് നിർത്തുകയായിരുന്നു. കവിത ഗുഡ് ഈവനിങ് കവിത കറക്റ്റ് ടൈമിനാണ് വന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം. കവിതേനെ നമ്മൾ തുടങ്ങാൻ പോണതേ ഉള്ളു. ഓക്കെ അപ്പൊ നമുക്ക് ഡിസ്റ്റൻസും സ്പീഡും ടൈമും തന്നാലുള്ള റിലേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വൈ ഇട്ടിട്ട് ഈ വൈ വീട് അകത്ത് ഞാൻ ഡി ഇട്ടു, പിന്നെ ഇപ്പുറത്ത് എസ് ഇട്ടു, ഇപ്പുറത്ത് ടിയു ഇട്ടു. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഗുഡ് ഈവനിങ് ഞാനു, ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ആകുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ടൈം കാണണമെന്ന് വെച്ചോ. ടൈം കാണണമെങ്കിൽ ഇതാ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഇത് ബൈ ആയിട്ടൊന്ന് കൂട്ടിയാൽ മതി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എസ് ആണ് കാണുന്നെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം വരും. അപ്പം ആ വൈ കൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ അങ്ങ് ഒരു വൈ ഇട്ട് വെച്ചിട്ട് അകത്ത് ഡിയും എസും ടിയും ഇട്ട് കൊടുത്താൽ മതി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈമും കിട്ടും. എന്നിട്ട് ഡി ഇൻറ്റു എസ് എസ് ഇൻറ്റു ടി ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസും കിട്ടും. ഓക്കെ, കൃഷ്ണ വെൽക്കം, കൃഷ്ണ, അർജുൻ വെൽക്കം, ബീന വെൽക്കം. ഇതില് ഈ ഫോർമുലാസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്പീഡ് നിങ്ങൾക്ക് അറിയാലോ, ഒന്നുകിൽ കിലോമീറ്റർ പെർ അവറിലായിരിക്കും, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. അപ്പം ചിലപ്പം കിലോമീറ്റർ പെർ അവറിൽ ഡിസ്റ്റൻസ് അവസാനം മീറ്ററിലായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ട് ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ അതിന് ഒരു ഫോർമുലയുണ്ട്. ഇപ്പൊ കിലോമീറ്റർ പെർ അവറിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കിയാണ്. കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കിയാണെങ്കിൽ ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഇൻറ്റു 5/18 ചെയ്യണം. ധനുശ്രീ വെൽക്കം. മീറ്റർ പെർ സെക്കൻഡിന് നമുക്ക് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ നമുക്ക് ഇൻറ്റു 18/5. സാധാരണ ഇതെല്ലാവർക്കും തിരിഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനാണ് സാധ്യത. അതിന് ഒരു കാര്യം മനസ്സിലാക്കാൻ മതി. ഇത് നമുക്ക് കിലോമീറ്ററും മീറ്ററും തമ്മിൽ നോക്കുമ്പോൾ കിലോമീറ്റർ അല്ലേ വലിയ യൂണിറ്റ്. വലിയ യൂണിറ്റിൽ നിന്ന് ചെറുതിലോട്ട് പോകുമ്പോൾ ന്യൂമറേറ്റർ ചെറുതെന്ന് അങ്ങ് ആലോചിച്ചാൽ മതി. മനസ്സിലായോ? വലിയ കിലോമീറ്റർ ആണ് വലിയ യൂണിറ്റ്, മീറ്റർ ചെറിയ യൂണിറ്റ്. അപ്പൊ വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുമ്പോൾ ന്യൂമറേറ്റർ ചെറുതായിരിക്കും. ഈ ഒരെണ്ണം നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റത് നമുക്കറിയാലോ, അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. ശരിയല്ലേ? അപ്പം മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവറിലോട്ട് പോകുമ്പം മീറ്ററും കിലോമീറ്ററും ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുമ്പോൾ ന്യൂമറേറ്റർ വലുതായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഇസ് 18/5. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പൊ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 5/18ഉം മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഇൻറ്റു 18/5ഉം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്ക്, സ്പീഡ് ഓഫ് എ ബസ് തന്നിട്ടുണ്ട്. സ്പീഡ് എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 72 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബസ് ഇൻ 5 സെക്കൻഡ്സ് ആണ് കാണാനുള്ള. അപ്പൊ നമുക്കറിയാം നമ്മുടെ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മൾ ഫോർമുല നമുക്കറിയാം, എസ് ഇൻറ്റു ടി ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്പീഡ് നോക്കിക്കേ, 72 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബസ് ഇൻ 5 സെക്കൻഡ്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും സാധാരണ യൂണിറ്റ് നോക്കത്തില്ല. യൂണിറ്റ് നോക്കാതെ നിങ്ങൾ സ്പീഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നും പറഞ്ഞ് നിങ്ങൾ അങ്ങ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നൊന്ന് നിങ്ങൾ പറഞ്ഞേ. സ്പീഡിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലാക്കാം. ശരിയല്ലേ? പോരെ?
അപ്പൊ സ്പീഡ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതുകയാണ്. സ്പീഡ് എന്ന് പറയുന്നത് 72 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ഓൾറെഡി ആയി കഴിഞ്ഞല്ലോ. ഇൻറ്റു 5 കൂടെ അങ്ങ് ചെയ്താൽ പോരെ, നമ്മുടെ ആൻസർ കിട്ടൂലേ? അപ്പൊ 72 km/h നമ്മൾ ആദ്യം മീറ്റർ പെർ സെക്കൻഡ് ആക്കും. എന്തിനാണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാക്കുന്നത്? കാരണം നമുക്ക് ടൈം 5 സെക്കൻഡ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബസ് ഇൻ 5 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? സ്പീഡിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിൽ ആക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഒന്നും എഴുതൂലല്ലോ. നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് നമുക്കറിയാം. സ്പീഡ് അങ്ങോട്ട് എഴുതി അതിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ? മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഇൻറ്റു 5/18 ഇട്ടു. പിന്നെ 5 സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻറ്റു 5 ടൈമുമായി. ഇനി അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ അങ്ങ് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്ത് വരും? 100 മീറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ? മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയ ആൻസർ മനസ്സിലായ? നന്നായിട്ട്. ഓക്കെ, എല്ലാവർക്കും ഉത്തരം കിട്ടി. ഓക്കെ, ഇനി ഞാന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി തരയാണേ. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ച് മനസ്സിലാക്കി തരാം. എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h crosses a bridge in 15 minutes. MIN അത് മിനിറ്റ്സ് ആണ്. അപ്പൊ 5 km/h സ്പീഡിൽ നടക്കുന്ന ഒരാള് ഒരു ബ്രിഡ്ജ് പാസ് ചെയ്യാനായിട്ട്, ക്രോസ് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് ഇൻ മീറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, പെട്ടെന്ന് ആൻസർ കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമിക്കരുത്. നിങ്ങൾക്ക് കമന്റ് ചെയ്ത്, ആ പോളിംഗ് 30 സെക്കൻഡേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്താലും മതി. ഓക്കെ, പോളിംഗിന്റെ 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടും കിട്ടാത്തവര് കമന്റ് ചെയ്താൽ മതി. എനിക്ക് നിങ്ങൾക്ക് ആദ്യമേ അങ്ങ് ഭയങ്കര സ്പീഡൊന്നും ആയിരിക്കത്തില്ല എന്ന് എനിക്കറിയാം. നമ്മൾ ചെയ്ത് വരുമ്പോഴേ നമുക്ക് സ്പീഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒരുപാട് പേർക്ക് തെറ്റിപ്പോയി. ആൻസർ ശരി ഉത്തരം തന്നത് കുറച്ചു പേരേ ഉള്ളൂ. നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ചെയ്യാം. ഇപ്പൊ ആർക്കെങ്കിലും അറിയാം എന്നിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു 10 സെക്കൻഡ് സമയം കൂടെ തരാം. എനിക്കൊന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ആൻസർ. അർജുനൊന്നും അറിഞ്ഞൂടാ, പറഞ്ഞുതരാം. അർജുൻ ധൈര്യമായിട്ടിരുന്നോ. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരും. അതിന് ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾ ആ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തറവായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ തന്നെ നോക്കാം. എന്താണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്? എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h. അപ്പൊ സ്പീഡ് നമുക്ക് 5 km/h തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ക്രോസസ് എ ബ്രിഡ്ജ് ഇൻ 15 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ, 15 മിനിറ്റ്സ് ആണ്. അപ്പൊ km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമുക്ക് ഇൻറ്റു എന്ത് ചെയ്യണം പറ? km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു എന്ത് ചെയ്യും? ഉത്തരം പറ. ഇൻറ്റു 5/18. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ഒരാള് നിൽക്കുന്ന ഇതാണ്, സപ്പോസ് ഇതാണ് ബ്രിഡ്ജ് എന്ന് വെച്ചോ. ഇയാൾ ഇത് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് അല്ലേ ഈ പാസ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾ ഇവിടെ നിന്ന്, ഇത് നമ്മുടെ ബ്രിഡ്ജാണ്, ഇത് ക്രോസ് ചെയ്ത് ഇവിടെ എത്തി. ദാറ്റ് മീൻസ് നമുക്ക് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വാക്ഡ് ആണ് കാണാനുള്ളത്. അത് മനസ്സിലായല്ലോ, ഡിസ്റ്റൻസ് ആണ് കാണാനുള്ളതെന്ന്. അപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ് എന്താണ്? S × T എന്ന് അറിയാം. എസ് ഞാൻ ദാ ഇവിടെ എഴുതുകയാണ്, 5 എന്ന് എഴുതി. അപ്പൊ km/h നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണ്?
നമുക്ക് മിനിറ്റ്സിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും 5 കിലോമീറ്റർ പെർ അവറിനെ ഞാൻ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ദാ ഇൻറ്റു 5/18 എഴുതി. ഇനി നമ്മുടെ ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. ഈ മിനിറ്റിനെ നമുക്ക് എന്താക്കണം? സെക്കൻഡ്സ് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 16 കൂടെ അങ്ങ് ചെയ്താൽ പോരെ? ഇപ്പൊ മനസ്സിലായ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ തന്ന് നമ്മൾ എന്ത് ചെയ്യും? മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കും. അപ്പൊ ഇൻറ്റു 5/18 ചെയ്യും. നമ്മുടെ ടൈം എന്താണ്? 15 മിനിറ്റ്സ് ആണ്. ഇപ്പൊ ഇത് മീറ്റർ പെർ സെക്കൻഡും ഇത് മിനിറ്റും ആണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ മിനിറ്റിനെയും കൂടെ നമ്മൾ അങ്ങ് സെക്കൻഡിലാക്കണം. ഓക്കെ, സെക്കൻഡിലാക്കുമ്പം ആൻസർ കിട്ടി. അപ്പൊ 15 മിനിറ്റ്സിനെ സെക്കൻഡ്സിലാക്കുമ്പോ 15 ഇൻറ്റു 60. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്തൊക്കെ നോക്ക്. ഇത് 5 പ്രാവശ്യം, ഇത് 6 പ്രാവശ്യം, ഇതും വെട്ടി 10. 5 ഗുണം 5 ഗുണം 5 125 ഗുണം 10 എന്ന് പറയുന്നത് 1250. ഓക്കെ ആണോ എല്ലാവർക്കും? അനുവിന് ഇപ്പൊ കിട്ടി ആൻസർ. നന്നായിട്ട് മനസ്സിലായി. അപ്പൊ നമ്മളെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂണിറ്റ്സ് ശ്രദ്ധിക്കണം. യൂണിറ്റ്സ് നമ്മൾ സെയിം ആയാൽ മാത്രമേ നമ്മുടെ ഉത്തരം ശരിയാവുള്ളൂ. ഇപ്പം കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡും ഇൻറ്റു 15ഉം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യം തീർന്നു, തെറ്റി. അപ്പം മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിലോട്ടാക്കണം. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് 1250 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ traveling at a speed of 40 kilometer per hour can complete a journey in 9 hours. How long will it take to travel the same distance at 60 kilometer per hour? അതായത് ഒരു ആള് കാറിൽ പോയാണ്, പുള്ളിയുടെ സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ഓക്കെ, 40 കിലോമീറ്റർ പെർ അവറിൽ പോയപ്പോ 9 hours എടുത്തു നമുക്ക് പുള്ളിയുടെ ജേർണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത്, സപ്പോസ് ആ ആള് 60 കിലോമീറ്റർ പെർ അവറിലാണ് കാറ് ഡ്രൈവ് ചെയ്തിരുന്നെങ്കിൽ എത്ര അവേഴ്സ് എടുക്കും എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം 40 കിലോമീറ്റർ പെർ അവറിൽ 9 മണിക്കൂർ എടുത്തെങ്കിൽ സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് ടൈമും കുറവായിരിക്കും. ശരിയല്ലേ? ഞാനേ ഒരു 20 സെക്കൻഡ് തരാം, ഒന്ന് ശ്രമിച്ചു നോക്ക്, എന്നിട്ട് ഞാൻ പറയാം. പോളിംഗ് ഒന്നും വേണ്ട, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. കുറേ പേർക്ക് കിട്ടുന്നുണ്ട് ആൻസർ. ഓക്കെ 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 ഓക്കെ, ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും വരുന്ന ആൻസർ പറയുന്നവരൊക്കെ പറഞ്ഞോ? ഇതില് ഏറ്റവും ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 1 അവറിൽ 40 കിലോമീറ്റർ പോയി എന്നാണ് അർത്ഥം. ശരിയല്ലേ? 40 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 1 അവറിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 1 അവറിൽ 40 കിലോമീറ്റർ. എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തു? 9 hours ട്രാവൽ ചെയ്തു. അപ്പൊ ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ ആണെങ്കിൽ 9 hours 40 into 9 ആയിരിക്കും. 360 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. സ്പീഡ് 60 ആണ്. ടൈം എന്ത് ചെയ്യും? 360/60 ചെയ്താൽ മതി, നമുക്ക് 6 hours എന്ന് കിട്ടും. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ,
ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ. എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തു? 9 മണിക്കൂർ ട്രാവൽ ചെയ്തു. അപ്പൊ 9 hours എത്രയെന്ന് കാണണം. ഒരു അവറിൽ 40, അപ്പൊ 9 മണിക്കൂറിൽ 40 × 9 360 എന്ന് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് കൊണ്ട് സ്പീഡ്, പുതിയ സ്പീഡ് എത്രയാണ്? 60 km/h. അപ്പൊ ടൈം എന്ത് ചെയ്യും? 360/60 നമുക്ക് 6 hours എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് വായിക്കണേ, നന്നായിട്ട് മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾക്ക് ഞാൻ തരും, നിങ്ങൾ ചെയ്തിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ പറയും. ഓക്കെ, എ മാൻ വാക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. ഒരാള് നടക്കുകയാണ്. പുള്ളി നടക്കുന്നതിന്റെ സ്പീഡ് എത്ര? 10 km/h ആണ്. അതായത് ആലോചിച്ചോണം, ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു അവറിൽ 10 കിലോമീറ്റർ. ആഫ്റ്റർ എവ്രി കിലോമീറ്റർ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഹി ടേക്സ് എ റെസ്റ്റ് ഓഫ് 5 minutes. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു അവറിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ഓരോ കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴും പുള്ളി 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഓക്കെ ആണല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? ഹൗ മച്ച് ടൈം വിൽ ഹി ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 5 കിലോമീറ്റർ? 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഞാനൊരു 20 സെക്കൻഡ് തരാം, ഒന്നാലോചിച്ച് ചെയ്ത് നോക്ക്, എന്നിട്ട് ഞാൻ പറയാം. ചെയ്തോ. ശ്രദ്ധിച്ച് ചെയ്തോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം. ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. എനിക്കറിയാം എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ ഉത്തരം കുറച്ച് പേര് ശരിയായെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാതിരിക്കത്തില്ല. ധൈര്യമായിട്ടിരുന്നോ, ഞാൻ ചെയ്ത് കാണിക്കും. അംബിക ബിന്ദുവിന് ഓപ്ഷൻ ബി എന്ന് കിട്ടി. നമുക്ക് നോക്കാം. അംബിക ബിന്ദുവാണ് ആദ്യ ഉത്തരം തന്നത്. അർജുൻ. ഓക്കെ, അർജുനും അംബികയ്ക്കും ഒക്കെ സെയിം ആൻസർ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ ഗൗരിക്ക്? ഞാൻ പറഞ്ഞുതരാം ഗൗരി, ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ധൈര്യമായിട്ടിരുന്നോ, വിഷമിക്കേ വേണ്ട കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട്. അൻഫലിന് 50 കിട്ടിയാ? അൻഫല് മിടുക്കനായിട്ട് വരെയാണ്. ആര്യൻ, ആദിത്യൻ, ഞാൻ പറഞ്ഞുതരാം, വിഷമിക്കണ്ട. നമുക്ക് ചെയ്യുന്നവര് നമുക്കൊന്ന് നോക്കാം ആദ്യം, അവർക്കൊക്കെ കിട്ടുമെന്ന്. പ്രസാദിന് ഓപ്ഷൻ ഡി ആണ് കിട്ടിയത്. ബിജിത്ത്, വെൽക്കം ബിജിത്ത്. നമ്മൾ ക്ലാസ് തുടങ്ങി അരമണിക്കൂറായി. ബിജിത്ത് എന്ന് പറയുന്ന പേര് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എൻ്റെ ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് നോക്കാം. ഉത്തരങ്ങളൊന്നും കൂടുതലായിട്ട് വരുന്നില്ല. ഫസ്റ്റ് ക്ലാസ് ആണോ ബിജിത്തെ? ഓക്കെ, ക്ലാസ് അപ്പൊ ഇന്നിനി 10 മണി വരെ ഇരുന്ന് കാണണം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ദിവസവും 9 മണിക്ക് കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. 9 to 10 ആണ് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്. ബിജിത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അൺഅക്കാഡമിയുടെ പ്ലസ് കോഴ്സിന്? ഇല്ല, സബ്സ്ക്രൈബ് ചെയ്യ് ബിജിത്തെ. കാരണം ഈ വർഷം എല്ലാ എക്സാംസും നടക്കാൻ പോവുകയല്ലേ. 1 year സബ്സ്ക്രിപ്ഷൻ എടുക്ക്. അല്ലെ എന്റെ റെഫറൽ കോഡ് പറയുകയാണെങ്കിൽ, റെഫറൽ കോഡ് പ്രീത ടി എന്നാണ്, അത് പറയുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ടും കിട്ടും. ഓക്കെ, താമസിപ്പിക്കേണ്ട. നാളെ എൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ പ്ലസ് കോഴ്സ് തുടങ്ങിയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് എല്ലാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ,
ഈ ആഴ്ചത്തെ മാത്രമല്ല, കഴിഞ്ഞ അതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിലെയും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാമോ? എ മാൻ വാക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? 10 km/h എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 1 ഹവറിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യൂ എന്നാണ്. ശരിയല്ലേ? 10 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അത് അത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ. എന്നിട്ട് അയാൾ ഓരോ കിലോമീറ്റർ പോകുമ്പോഴും അയാൾ എന്ത് ചെയ്യും? നടക്കുകയല്ലേ, തളർന്നു പോകൂലേ? 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഓക്കെ, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഇനി ചോദിച്ചിരിക്കുന്നത് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ, അതായത് റെസ്റ്റും എല്ലാം കൂട്ടി ട്രാവൽ ചെയ്യാൻ എത്ര നേരം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അയാൾ 10 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ അയാൾക്ക് 1 മണിക്കൂർ എടുത്ത്, നമ്മളെടുത്ത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എത്ര 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനാണ് ടൈം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ദാ ഇവിടെ 5 എന്ന് എഴുതണേ. 5 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ 10ന്റെ പകുതി അല്ലേ? അപ്പം 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 1 മണിക്കൂർ എടുത്ത്. അപ്പൊ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര മിനിറ്റ് എടുത്ത് കാണും? 30 മിനിറ്റ് അല്ലേ എടുക്കുന്ന? ശരിയല്ലേ? 30 മിനിറ്റ്സ് എടുക്കും. ശരിയല്ലേ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അതിന്റെ പകുതി എന്ന് പറയുന്നത് 30 മിനിറ്റ്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? സാധാരണ അയാൾ റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ അയാൾ 30 മിനിറ്റ്സ് എടുക്കും. പക്ഷെ എന്താണ് പറ്റുന്നത്? 5 കിലോമീറ്റർ, ഇത് ഒന്ന് ഓക്കെ 5, ഇതാണ് അയാളുടെ ഡെസ്റ്റിനേഷൻ. 5 കിലോമീറ്റർ ഇവിടെ എത്തും. ആദ്യത്തെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 കിലോമീറ്റർ ആയി. അയാള് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഓക്കെ, രണ്ടാമത്തെ കിലോമീറ്റർ ആയി, വീണ്ടും അയാൾ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. മൂന്നാമത്തെ കിലോമീറ്റർ ആയി, വീണ്ടും 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത്. നാലാമത്തെ കിലോമീറ്റർ ആയി, വീണ്ടും 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത്. അപ്പൊ എത്ര മിനിറ്റ് ടോട്ടൽ റെസ്റ്റ് എടുത്ത്? 20 മിനിറ്റ് റെസ്റ്റ് എടുത്ത്. അപ്പൊ നമ്മളെ ആൻസർ എന്തോന്നു? 30ഉം 20ഉം കൂടെ അങ്ങ് കൂട്ടിയാ പോരെ? 50 മിനിറ്റ് കിട്ടൂലേ? ഓപ്ഷൻ ബി, ആദ്യ അംബിക ബിന്ദു ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇനി പറയണോ നിങ്ങളെ? ഈ റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അവസാനം 5 കിലോമീറ്റർ ആയാൽ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ അയാളുടെ 5 കിലോമീറ്റർ കഴിഞ്ഞ് ഇനി 6ലോട്ട് പോയാലേ അടുത്തതുള്ളൂ. അപ്പൊ നമുക്ക് 5 എത്തി, അതിന് മുമ്പ് എത്രയുണ്ട്? 4 ഉള്ളൂ. അങ്ങനെ വേണം ആലോചിക്കാൻ. ഇപ്പോ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പം എന്ന് ചോദിച്ചാൽ 5 വരെ മതി നമുക്ക്. 6 റീച്ച് ചെയ്ത് കഴിഞ്ഞ്, അപ്പൊ പിന്നെ അത് കൂട്ടണ്ട. അപ്പൊ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം റെസ്റ്റ് എടുത്ത്. 8 കിലോമീറ്റർ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം റെസ്റ്റ് എടുത്ത്. അങ്ങനെയാണ്. അല്ലാതെ ഈ പടമൊന്നും വരച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് വരച്ച് കാണിച്ചത്. ഇപ്പൊ ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. കുറച്ച് പേര് ഡൗട്ടിന്റെ ഇത് ഇട്ടിട്ടൊന്ന് പോരാ, ലൈക്ക് പോരാ. ഡൗട്ട് ഉള്ളവരുണ്ടോ ഇനി? ഇല്ല, ഞാൻ ഡൗട്ടിന്റെ ഇമോജി നോക്കിയിരിക്കുകയാണ്. ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അർത്ഥമെറ്റിക് പ്രോഗ്രഷനിന്നാണ്. അപ്പൊ ഞാനത് അർത്ഥമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുള്ളൂ. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് PSCക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് ആ ചോദ്യങ്ങളിലോട്ട് പോണതാണ് ഉത്തമം. ഓക്കെ, ഞാൻ AP ഓൾറെഡി എടുത്ത ക്ലാസ് ആണ്. പക്ഷെ ഇന്ന് എൻ്റെ ക്ലാസ് കാണാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊരു റിവ്യൂ പോലെ പറയാണ്. AP സമാന്തര ശ്രേണിനെയാണ് നമ്മൾ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കൊച്ചൊരു എക്സാമ്പിൾ 2 4 6 8 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഈ ഓരോ നമ്പർ എഴുതിയിരിക്കുന്നില്ലേ, അതിനെ നമ്മൾ ഓരോ ടേം എന്നാണ് പറയുന്നത്. ടേം, പദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 4 6 ഇതിന്റെ പ്രത്യേകത നോക്ക്. ഈ 2ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 4 കിട്ടിയത്. ശരിയല്ലേ? ഈ 4ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. അപ്പൊ അടുത്ത ടേം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 6ന്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8. ഇങ്ങനെ നമുക്ക് എത്ര ടേംസ് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി
അപ്പൊ ഇങ്ങനെ വരുന്ന ടേംസ്, അതായത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് വരുന്ന നമ്പറാണ് നമ്മൾ ഒരു അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ 2, 4, 6, 8 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ട് ഞാൻ ചോദിക്കുകയാണ് 999 പദം എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടി ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഫോർമുല നമ്മൾ അതിനെ കണ്ടുവെക്കും. അതായത് AN എത്രാമത്തെയോ ഒരു ടേം ആകട്ടെ, ചിലപ്പോൾ ഇനി ലാസ്റ്റ് ടേമോ ആയിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AN എന്നാണ്. ചിലര് TN എന്ന് ഡിനോട്ട് ചെയ്യും. ഏതായാലും അതിന്റെ അർത്ഥം എന്തുവാണ്? എത്രാമത്തെ, ആ തന്നിരിക്കുന്ന സീക്വൻസിൽ എത്രാമത്തെയോ ഒരു ടേം, അതാണ് മീൻ ചെയ്തത്. അപ്പൊ AN കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് A + n-1 × D എന്നാണ്. അതിൽ A എന്ന് പറയുന്നത് ആദ്യത്തെ ടേം അല്ലെങ്കിൽ ആദ്യത്തെ പദം, D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് മീൻ ചെയ്തത്, ഇപ്പൊ നോക്കിക്കേ, ഞാൻ ഒരു 3, 6, 9 എന്ന് പറയുന്ന സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, രണ്ടാമത്തെ പദം മൈനസ് ഒന്നാമത്തെ പദം, അല്ലെങ്കിൽ മൂന്നാമത്തെ പദം മൈനസ് രണ്ടാമത്തെ പദം. അപ്പൊ ഇങ്ങനെയാണ്. ഫസ്റ്റ് മൈനസ് സെക്കൻഡ് അല്ല, സെക്കൻഡ് മൈനസ് തേർഡ് അല്ല, സെക്കൻഡ് മൈനസ് ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് മൈനസ് സെക്കൻഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ 6 - 3 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. ഇവിടെ ചെയ്താലും നമുക്ക് 3 എന്ന് തന്നെ കിട്ടും. അപ്പൊ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പം നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന 2 ടേംസ് സബ്ട്രാക്ട് ചെയ്താൽ സെയിം ഡിഫറൻസ് ആണ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് D എന്ന് പറയുന്നത്. പറ്റില്ല. ഫസ്റ്റിന്ന് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല. നമുക്ക് കറക്റ്റ് അടുത്ത ടേം അതിന് എത്രാമത്തെ ടേം ആണ് കാണുന്നതെന്ന് വെച്ചാൽ അത് കാണാൻ പറ്റൂല. എപ്പോഴും സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, തേർഡ് മൈനസ് സെക്കൻഡ് അല്ലെങ്കിൽ ഫോർത്ത് മൈനസ് തേർഡ്, ഇതെല്ലാം ഒരു AP-യിലാണ്. കാരണം AP-യിലാണെങ്കിൽ മാത്രമേ കോമൺ ഡിഫറൻസ് കാണുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ സപ്പോസ് ഞാൻ എന്താ ഈ ഒരു സീക്വൻസിന്റെ 25ാമത്തെ ടേം, 25th ടേം ആണ് ഞാൻ കാണാൻ പറയുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഉടനെ ഈ ഫോർമുല ഇങ്ങനെ വലിച്ചു വാരിയൊന്നും എഴുതണ്ട. 25th ടേം എന്ന് പറയുമ്പോൾ ഈ n-ന് പകരം നമ്മൾ അങ്ങ് n-ന് പകരം നമ്മൾ അങ്ങ് 25 കൊടുക്കും. ഓക്കെ, ഈക്വൽ ടു A + ഈ n-1 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണോ കാണാനുള്ളത് അതിൽ നിന്ന് അങ്ങ് 1 കുറയ്ക്കുന്നതാണ്. അപ്പൊ 25ൽ നിന്ന് 1 പോയാൽ എന്ത് വരും? 24D. ഇത്രയും മാത്രം ഫോർമുലയിൽ എഴുതിയാൽ മതി, മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. A25 എന്ന് പറഞ്ഞാൽ A + 24D. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A100 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A100 എന്ന് എഴുതിക്കേ. A100 എന്തായിരിക്കും? A100 അർജുന കറക്റ്റ്, A + 99D. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A51 എന്തായിരിക്കും? A51 A + 50D. കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി. അപ്പോ നമുക്കിവിടെ 25ാമത്തെ ടേം കാണണം. ഓക്കെ, 25ാമത്തെ ടേം കാണണമെങ്കിൽ നമ്മൾ A25 എന്ന് പറയുന്നത് A + ഫോർമുലയൊന്നും എഴുതണ്ട, ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. 3 + 24D. ശരിയല്ലേ? 24 × 3 നമ്മൾ അങ്ങ് ചെയ്യും, ഉത്തരം നമുക്ക് അങ്ങ് കിട്ടും. അപ്പൊ 25 അതായത് ഒരു സീക്വൻസിൽ നിന്ന് നമുക്ക് എത്രാമത്തെ പദം കാണണമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രാമത്തെ ടേം കാണണമെന്ന് പറഞ്ഞാലും നമ്മളിതാ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് A + n-1 × D എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, ഇനി സാധാരണ നമുക്ക് PSCക്ക് ചോദിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പം എന്താ പറയാ, അല്ലെങ്കിൽ ബാക്കിയും കൂടെ പറഞ്ഞിട്ട് അത് പറയാം. ഇനി ഇത് ഫ്രം ദ ബിഗിനിങ് ആണ്. ഇപ്പൊ 2, 4, 6, 8 എക്സെട്ര 25ാമത്തെ പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നെന്ന് വെച്ചോ, 5, 10, 15 എക്സെട്ര 500 എന്ന് നമുക്ക് തന്നെന്ന് വെച്ചോ. അതായത് ആദ്യത്തെ പദവും തന്നിട്ടുണ്ട്, അവസാനത്തെ പദവും തന്നിട്ടുണ്ട്. ഇനി ഇവര് പറയാണ് ഇങ്ങോട്ട് പിറകിലോട്ട്
ഒരു 20ാമത്തെ പദം ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയാൻ ഒരു 22ാമത്തെ പദം ചോദിച്ചാൽ എന്ത് ചെയ്യും? അതിനൊരു ഫോർമുലയാണ്. അപ്പൊ ഫ്രം ദ ബിഗിനിങ് ഒരു ഫോർമുല, ഫ്രം ദ എൻഡ് ചോദിച്ചാൽ വേറൊരു ഫോർമുല. അതായത് ആ ഫോർമുല എന്ന് പറയുന്നത് എൽ സ്റ്റാൻഡ്സ് ഫോർ ദ ലാസ്റ്റ് ടേം ആണ്. എൽ മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അത് എൽ എന്ന് പറയുന്ന ലാസ്റ്റ് ടേം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പിറകിൽ നിന്ന് ഒരു 10ാമത്തെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ എൽ മൈനസ് 9d എന്നും പറഞ്ഞ് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഒരു പേജും കൂടെ വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എ പ്ലസ് ഫ്രം ദ ബിഗിനിങ് എന്ന് പറയുമ്പം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, ഫ്രം ദ എൻഡ് എന്ന് പറയുമ്പോൾ എൽ മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ നമ്മൾ എ പിയിൽ 2 കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇപ്പോ എന്താ പറയുന്നേ, 2 പ്ലസ് 5 പ്ലസ് 8 പ്ലസ് എക്സെട്രാ പ്ലസ് കുറെ ടേം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഈ എഴുതിയ സീക്വൻസിന്റെ തുക അല്ലെങ്കിൽ സം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചത് എത്രാമത്തെയോ ഒരു പദം കാണാനാണ് പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സീക്വൻസ് തന്നിട്ട് ഇതിന്റെ സം കാണാൻ പറഞ്ഞേക്കാണ്. അപ്പൊ സപ്പോസ് നമുക്ക് ഇതില് ഇപ്പൊ സം എന്ന് പറയുന്നത് നമ്മൾ എസ് വെച്ചാണ് എടുക്കുന്ന. സപ്പോസ് ഇതിന്റെ S20 ആണ് കാണാൻ പറഞ്ഞെന്ന് വെച്ചോ. അതായത് 2 പ്ലസ് 5 പ്ലസ് 8 പ്ലസ് 11 പ്ലസ് എക്സെട്രാ 20 ടേംസിന്റെ സം ആണ് ചോദിച്ചതെന്ന് വെച്ചോ. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ SN കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എളുപ്പ വഴികൾ ഒന്നുമില്ല. ഈ ഫോർമുല നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പം വലിയ വലിയ സംഖ്യകളൊന്നും തരൂല, കുഞ്ഞു സംഖ്യകൾ നമുക്ക് പെട്ടെന്ന് ചെയ്തൊക്കെ സീക്വൻസേ തരുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ 20ാമത്തെ പദം കാണുകയാണെങ്കിൽ ഉടനെ ആലോചിച്ചോണം, ഈ n ആണ് ഈ n. അപ്പം 20ന്റെ പകുതി എന്ത് വരും? 20ന്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്? 10 ആണല്ലോ. ഇൻറ്റു 2a ആണ് ഫോർമുല. എ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ആദ്യത്തെ ടേം ആണ് എ എന്ന് പറയുന്നത്. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്ത് വരും? 4 പ്ലസ് n മൈനസ് 1 20 ആണ്. അപ്പൊ n മൈനസ് 1 എന്ന് പറയുമ്പോൾ 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 5 2 പോയ 3. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യാന് എന്താണ് 2 പ്ലസ് 5 പ്ലസ് 8 പ്ലസ് എക്സെട്രാ പ്ലസ് എന്ന് പറഞ്ഞാണ് തരുന്നത്. വേറൊരു സംഭവമുണ്ട്. ഇപ്പം എന്താ പറയാൻ 5 പ്ലസ് 10 എളുപ്പത്തിന് എഴുതണയാണ് 5ന്റെ ഇത് പ്ലസ് എക്സെട്രാ പ്ലസ് 50 എന്ന് തന്നെന്ന് വെച്ചോ. കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ n എത്രയെന്ന് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല ഈ ഫോർമുല തന്നെ n/2 ഇൻറ്റു a പ്ലസ് an എന്നും പറഞ്ഞ് നമുക്ക് ചുരുക്കാം. ഓക്കെ, n/2 ഇൻറ്റു a പ്ലസ് an എന്നും പറഞ്ഞ് നമുക്ക് ചുരുക്കാം. പക്ഷേ നമുക്ക് n ഇല്ലല്ലോ. ഉണ്ടോ? n ഇല്ല. അപ്പൊ n നമ്മൾ എങ്ങനെ കാണും? n-ന് ഞാനൊരു ഫോർമുല പറഞ്ഞുതരാം. an മൈനസ് a ബൈ ഒരു മിനിറ്റ് ബൈ ഡി പ്ലസ് 1. ഇത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റേനെയൊക്കെ കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു സീക്വൻസ് തന്നിട്ട് എത്രാമത്തെ ടേം എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു സീക്വൻസ് തന്നിട്ട് ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിക്കാം. മനസ്സിലായില്ല? പറഞ്ഞുതരാം. അതായത് 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് എക്സെട്രാ പ്ലസ് 50. ഓക്കെ, പ്ലസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ എല്ലാ നമ്പേഴ്സിന്റെയും സം അല്ലെങ്കിൽ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, ഒരു ഫോർമുലയുണ്ട്. അതായത് ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ,
പക്ഷെ നമുക്ക് n അറിയത്തില്ല, ശരിയല്ലേ? n അറിഞ്ഞൂടാ. അപ്പം ശരിക്കും SN എന്ന് പറയുന്നതിന് ഇങ്ങനെയും ഒരു ഫോർമുലയുണ്ട്. പക്ഷെ n അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കങ്ങ് ചെയ്യാം. പക്ഷേ ഈ ഒരു കേസിൽ n തന്നിട്ടില്ലെന്ന് വെച്ചോ. ഓക്കെ, n തന്നിട്ടില്ലെങ്കിൽ n കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാൻ എന്താ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. an - a / d + 1 എല്ലാം കുറിച്ച് വെച്ചോണേ കേട്ടാ. n = an - a / d + 1 ഇത് ചെയ്യണം. അപ്പൊ n കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൊടുത്താൽ പോരെ. ഇപ്പൊ ഇതിലിപ്പോ n എത്രയായിരിക്കും എന്ന് പറഞ്ഞേ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം, an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ്. 10 ന്ന് 5 പോയ 5 പ്ലസ് 1. 50, 45, 45 5 45നെ 5 കൊണ്ട് വായിക്കുമ്പോൾ 9 + 1 എന്ന് പറയുന്നത് 10. അപ്പൊ നമ്മുടെ എന്ത് കിട്ടി? അപ്പൊ നമ്മുടെ n കിട്ടിക്കഴിഞ്ഞു, ശരിയല്ലേ? n കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? n/2 എന്ന് പറയുന്നത് 5 ഗുണം a. എത്രയായിരുന്നു? 5 + 50. അപ്പൊ നമുക്ക് 5 ഗുണം 55 അങ്ങ് ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ n കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം, അതായത് ഈ രീതിയിൽ ഒന്ന് കറക്കി ഒന്ന് ചോദിക്കാം ചെറുതായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ n കണ്ടുപിടിക്കാൻ ഈ ഫോർമുല അറിയാവുന്നവർക്ക് ഒരു പ്രശ്നവും കാണൂല. അല്ലാത്തവരെ ആലോചിക്കും, ദൈവമേ ഈ n എന്തുവാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം അത്രയും പോകും. മനസ്സിലായോ? അപ്പൊ n കണ്ടുപിടിച്ച an എന്ന് പറഞ്ഞാൽ എത്രാമത്തെയോ ഒരു നമ്പറാണ് ഗൗരി. ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ ഒരു 1 2 3 എന്ന് പറഞ്ഞ് ഒരു 700ാമത്തെ ഒരു ടേം, അല്ലെങ്കിൽ 70th ടേം, അല്ലെങ്കിൽ 50th ടേം, ഏതൊരു AP-യിലും ഏതെങ്കിലും ഒരു ടേം ആയിരിക്കും കാണാൻ പറയുന്നത്. അതിനെയാണ് നമ്മൾ an കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, TN-ഉം AN-ഉം ഒക്കെ സെയിം തന്നെ. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, AN എന്ന് പറഞ്ഞാലും TN എന്ന് പറഞ്ഞാലും എത്രാമത്തെയോ ഒരു ടേം അത് തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് ഇത് AN എത്രാമത്തെയോ ഒരു ടേം, വീണ്ടും ഞാൻ പറയാണ്, AN കാണാൻ a + n - 1 × d, l - n - 1 × d എന്ന് പറയുന്നത് nth ടേം ഫ്രം ദ എൻഡ് ആണ്. ഇനി ഒരു സീക്വൻസ് തന്നിട്ട് അതിന്റെ സം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ n/2 × 2a + n - 1 × d. അതിൽ n എന്ന് പറയുന്നത് ആ എത്ര ടേംസ് ആണോ അത്, a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം, n/2 × a + an. ഇനി അതിൽ n തന്നിട്ടില്ലെങ്കിൽ ആദ്യം n കണ്ടുപിടിക്കണം. അതിനുള്ള ഫോർമുലയാണ് n = an - a / d + 1 എന്ന് പറയുന്നത്. n കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. ഇത് പഠിക്കണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. കോട്ടെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. നല്ല എന്താ പറയുന്ന ഭയങ്കര എളുപ്പമാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതിന്റെ നമ്മൾ സാധാരണ നമ്മൾ എഴുതി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതിനേക്കാട്ട് നിങ്ങൾ നോക്കിയേ, സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്, അതായത് S25 നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തെ 25 ടേമിന്റെ തുകയാണ് നമുക്ക് 600 എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്, ശരിയല്ലേ? ഒരു മിനിറ്റ്, ഇതിനെ ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഓക്കെ, നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് A13 കാണാനാണ്. A13 കാണാൻ. അപ്പൊ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? S25 എന്ന് പറയുന്നത് 25/2 × 2a + n - 1, അതായത് +24d ആണേ ഫോർമുല അനുസരിച്ച്. എന്നിട്ട് 25/2 എഴുതിയിട്ട് 2a + 24d. ഇതിൽ നിന്ന് 2 നമുക്ക് 2 പുറത്തെടുക്കാം. അപ്പൊ 2 ഗുണം a + 12d എന്ന് വരും. അപ്പൊ ഇത് സമ്മാണ്. ഇത് നമുക്ക് 600 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ടും വെട്ടും. a + 12d എന്ന് പറയുന്നത് 600/25 എന്ന് കിട്ടും. എത്ര വരും നമുക്ക്? 2 പ്രാവശ്യം 50, നമുക്ക് 24 എന്ന് കിട്ടും, ശരിയല്ലേ? പക്ഷെ ഈ സ്റ്റെപ്പിന്റെ ഒന്നും ഒരു ആവശ്യവും നമുക്ക് ഇവിടെ ഇല്ല.
കാരണം എന്താണ്? ആദ്യത്തെ 25 ടേം. ആദ്യത്തെ 25 ടേമിനെ സപ്പോസ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്, A1 A2 എക്സെട്ര. നമുക്ക് വരുന്നത് A24 A25 ഇങ്ങനെ വരും. ഇതിന്റെ മിഡിൽ ടേം എന്തായിരിക്കും? 25 ടേമിന്റെ ആദ്യത്തെ 12 ടേം പോയി, അവസാനത്തെ 12 ടേം പോയി. ഈ മിഡിൽ ടേം ആയിരിക്കൂലേ A13 എന്ന് പറയുന്നത്? ശരിയല്ലേ? അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 25 ടേംസ് ഉണ്ട്. ആദ്യത്തെ 12 ടേം എടുത്തു, ഇവിടത്തെ ഒരു 12 ടേം എടുത്തു, അവസാനത്തെ ഒരു 12 ടേം എടുത്തു. ഓക്കെ, 12 12 24 ആയോളൂ. അപ്പൊ നടുക്കൊരു ടേം കാണൂലേ? കാണുമല്ലോ. അതാണ് A13 എന്ന് പറയുന്നത്. ശരിയാണോ? ഈ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനാണെങ്കിലേ ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമെറ്റിക് മീൻ എന്നും പറയും, നമ്മൾ ആവറേജ് എന്നും പറയും. മിഡിൽ നമ്പർ ആയിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം ഈ സമ്മ് തന്നിട്ടുണ്ട്, തുക തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. എത്ര നമ്പേഴ്സ് ഒന്നും തന്നിട്ടുണ്ടല്ലോ. എന്താണ് അർജുൻ? ശരിയല്ലേ അർജുൻ? 25 സംഖ്യകളുടെ സമ്മ് 600 എന്ന് പറഞ്ഞു. അതായത് സമ്മും തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ആവറേജ് കാണും? പറ, ആവറേജ് എങ്ങനെ കാണും? സം ഡിവൈഡഡ് ബൈ n അല്ലേ? ശരിയല്ലേ? അതല്ലേ ആവറേജ് എന്ന് പറയുന്നത്. സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ സമ്മും ഉണ്ട്, നമ്പറും ഉണ്ട്. അപ്പൊ A13 കാണാൻ നമുക്ക് 600/25 അങ്ങ് ചെയ്താൽ പോരെ? നമുക്ക് 24 കിട്ടൂലേ? ഈ സ്റ്റെപ്പിന്റെ വല്ല ആവശ്യമുണ്ടോ? മനസ്സിലായ? ഇനി മനസ്സിലാവാത്ത ആരേലും ഉണ്ടോ? ചോദിച്ചോ, ഞാൻ ഇനിയും പറഞ്ഞു തരാം. ഇല്ല, എല്ലാവർക്കും മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായി. എന്നാ ലൈക്ക് കുറവ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോ, പെട്ടെന്ന് ചെയ്യും. പോളിംഗ് ആയാലോ? സമയമായില്ലേ? ഓപ്ഷൻ നോക്കട്ടെ. ആഷ്ലിൻ, ദക്ഷിണ, നന്ദ. ഞാൻ ഈ പറയുന്ന ഓർഡറിലാണ് ആദ്യം പറഞ്ഞ ഒരാളുടെ പേര് തൊട്ടാണ് വായിക്കും. ആഷ്ലിൻ, ദക്ഷിണ, നന്ദ, രാജേഷ്, കവിത, ലിഖിൽ, റിസമോൾ. 30 സെക്കൻഡ് തീർന്നില്ല. അയ്യോ, പിന്നും തെറ്റിച്ചു. ഇതാരാണ് ഈ തെറ്റിച്ചെന്ന് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വന്നു കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷൻ വന്നല്ലോ. എനിക്ക് വരുന്നത് ലീഡർ ബോർഡ് ആണേ. സെലക്ട് ചെയ്തത് മാറിപ്പോയി. ഓക്കെ. അപ്പൊ ഇത് 17 ടേംസ് ഉണ്ട്. തെറ്റിയവർക്ക് വേണ്ടി പറയാണ്. ഇവിടെ ആദ്യത്തെ 8 ടേം വരും. അവസാനത്തെ 8 ടേം ഇത് നടുക്ക് വരുന്നതാണ് നമ്മുടെ A9 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ A9 നമ്മൾ എങ്ങനെ കണ്ടാൽ മതി? 255/17. ഉത്തരം കിട്ടി. എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതും ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഒരു ക്വസ്റ്റ്യനും ആണിത്. ഇതിന് മുമ്പിലത്തെ ക്ലാസ്സില് ഇതൊരു സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സർക്കിളിന്റെ പകുതിയാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. ഈ സെമി സർക്കിളില്, അതായത് ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ 30 സെന്റിമീറ്റർ. അതാണ് ചോദ്യം. അപ്പൊ സെമി സർക്കിളിൽ ഏറ്റവും ആ തന്നിരിക്കുന്ന സെമി സർക്കിളിൽ
നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രയാങ്കിളിന്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം ഇതെന്ന് പറയുന്നതാണല്ലോ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയമീറ്ററിന്റെ എൻഡിന്ന് വരയ്ക്കുന്ന ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയാണോ? ഓക്കെ. ഇനി ഞാൻ നോക്കുക ഈ ട്രയാങ്കിൾ വരച്ച് ഞാന് ഇപ്പൊ ഈ വരച്ച ട്രയാങ്കിൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഇതിന്റെ ഹൈറ്റ് എടുക്കുകയാണ്. ഹൈറ്റ് ഇപ്പൊ വരച്ചതിന്റെ ഒരു പ്രശ്നമാണ് 90. ഇപ്പൊ ഒരു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ NC എന്ന് വരയ്ക്കുന്ന എല്ലാ ട്രയാങ്കിളും ആംഗിൾ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതെല്ലാം റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ തന്നെയാണ്. അപ്പം ഇത് സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക മെഷർമെന്റ് എന്ന് പറയുന്ന റേഡിയസ് ആയിരിക്കും. ശരിയല്ലേ? ഇനി ഇത് സെന്റർ ആണെങ്കിൽ ഇതും റേഡിയസ് ആയിരിക്കും, ഇതും റേഡിയസ് ആയിരിക്കും. ശരിയാണോ? അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കാണാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് BH എന്നാണ് നമ്മുടെ ഫോർമുല. അതായത് ഹാഫ് ഇൻറ്റു നമ്മുടെ ബേസ് എത്ര? ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മുടെ ബേസ്. അതായത് ഡയമീറ്റർ ആണ് ബേസ്. ശരിയല്ലേ? ഡയമീറ്റർ നമുക്ക് 30 തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 30 ഇൻറ്റു H എത്ര? ഇതാണ് നമ്മുടെ H ഹൈറ്റ് എന്ന് പറയുന്നത്. അത് പക്ഷേ 30ന്റെ പകുതി വരും. ശരിയല്ലേ? 15. അപ്പൊ നമ്മൾ ഇത് വെട്ടുമ്പോ 15 ഗുണം 15 225. ഇതുണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ഞാൻ ഫോർമുല യൂസ് ചെയ്ത് ചെയ്തതാണ്. പക്ഷേ നിങ്ങളടുത്ത് ഞാൻ പറയാണ് അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്ക് റേഡിയസ് ഇപ്പൊ ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്, അറിയാലോ. അപ്പം ഈ റേഡിയസ് ഇൻറ്റു റേഡിയസ് അങ്ങ് ചെയ്താൽ മാത്രം മതി. എത്രയാണോ റേഡിയസ് R ഇൻറ്റു R. ഡയമീറ്റർ 30 ആണെങ്കിൽ റേഡിയസ് എത്ര? 15 ആയി. 15 ഗുണം 15 225. എളുപ്പമല്ലേ? അല്ലാതെ ഈ ഫോർമുലയിലോട്ട് ഒന്നും പോണ്ട. റേഡിയസ് ഇൻറ്റു റേഡിയസ് മാത്രം അങ്ങ് ചെയ്താൽ മതി. ഓക്കെ. അങ്ങനെയാണെങ്കിലേ ഒരു സെമി സർക്കിളിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ. എളുപ്പത്തിന് വെച്ചുള്ള ചോദ്യമാണ്. ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ പറ, പെട്ടെന്ന് പറ. ഓ, എന്ത് പെട്ടെന്ന് കിട്ടുന്നു. അഭിജിത്തിന് എങ്ങനെ 25 കിട്ടി? അഭിജിത്തെ, ഇത് റേഡിയസ് ആണ്. ഞാൻ R ഇൻറ്റു R ആണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ചോദ്യേ സെയിം സംഭവമാണ്, പോളിംഗ് ആണ്. പെട്ടെന്ന് ഉത്തരം പറയണം. ആര് പറയുന്നോടി? ഇപ്പൊ ഞാൻ ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ എടുത്തു കാണുമെന്ന് എനിക്കറിയാം. തുടങ്ങിക്കാം. എല്ലാവർക്കും പറ ആൻസർ വരെയാണ്. 77% പേരും ശരി ഉത്തരം പറഞ്ഞ് 80%. 82%. ഇപ്പൊ അത് 78. അതിന്റെ അർത്ഥം എന്തുവാണ്? ആരോ തെറ്റിച്ച്. ഓക്കെ. അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവാണ്? R ഇൻറ്റു R ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഡയമീറ്റർ 20, R എത്ര? 10. 20ന്റെ പകുതി 10. 10 ഗുണം 10 എത്ര? 100. എന്ത് പെട്ടെന്ന് ഉത്തരം കിട്ടി അല്ലേ? മനക്കണക്കായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം കേട്ടാ. അപ്പം ഒരു സെമി സർക്കിളില് ഇൻസ്ക്രൈബ് ചെയ്ത ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറഞ്ഞ റേഡിയസ് ഇൻറ്റു റേഡിയസ് അങ്ങ് ചെയ്താൽ മതി. ഡയമീറ്റർ കണ്ട ഉടനെ 20 ഗുണം 20 എഴുതരുത്. എന്ത് പറ്റി അർജുനെ? എന്ത് പറ്റി? മനസ്സിലായില്ലേ? അർജുൻ മനസ്സിലായില്ലേ? വിഷ്ണു ക്ലാസ് തീരാറായപ്പോഴാണ് വിഷ്ണു വന്നത്. അതേപോലെ അൻസീന മനസ്സിലായി. ഓക്കെ. എങ്കിൽ ഇനി അടുത്ത ചോദ്യം ഇത് അൺഅക്കാഡമി. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. PSC എക്സാം ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ ആ ഫോർമാറ്റ് ആണ് ഞാൻ തന്നിരിക്കുന്നത്.
അൺഅക്കാഡമി ആപ്പ് എടുത്തിട്ട് നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് അതിൽ സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ പ്ലാൻസ് വരും. എന്നിട്ട് ആരുടെ ഇപ്പൊ എന്റെ റെഫറൽ കോഡ് ആണെങ്കിൽ പ്രീതാറ്റി എന്ന് കൊടുക്കണം. അപ്പൊ 10% ഡിസ്കൗണ്ട് കിട്ടും. 12 months കോഴ്സ് ആണ് ഇപ്പൊ ഏറ്റവും നല്ലത്. അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരുമിച്ച് പൈസ അടയ്ക്കാൻ പറ്റാത്തവർക്ക് EMI ആയിട്ടും നമുക്ക് എടുക്കാം. അപ്പോ എടുക്കുക. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങൾക്ക് 100% ഉപയോഗമായിരിക്കും. ഓക്കെ, നമുക്ക് ഈ 2 ചോദ്യം കൂടെ ഒന്ന് പറയട്ടെ. ഇപ്പൊ ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയി. ഇപ്പൊ ABC 3 ടേംസ്. ഓക്കെ അർജുൻ, ഓക്കെ ഓക്കെ. നോക്ക്, ABC 3 ടേംസ് ഉണ്ടെന്ന് വെച്ചോ. അതില് ഇത് AP-യിലുള്ള 3 ടേംസ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ മിഡിൽ ടേം B കാണാനായിട്ട് നമുക്ക് A+C/2 ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഇത് 2, ഇത് X, ഇത് 6 എന്ന് തന്നെന്ന് വെച്ചോ. X കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ X is equal to 2 + 6/2 എന്ന് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം എന്തുവരും, 8/2 നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവര് പറഞ്ഞിരിക്കുന്നത് X+3, 2X + 1, X - 7, 6ന് AP എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ X കണ്ടുപിടിക്കും. ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ പോളിംഗ് ഒന്നും ചെയ്യണില്ല, ഞാൻ നിങ്ങൾക്ക് ടൈം തരാം ചെയ്യാൻ. അപ്പൊ B = A+C/2 ആ ഫോർമുല നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കട്ടെ. കിട്ടിയില്ല, ഞാൻ ചെയ്യും. ഞാൻ ചെയ്യൂല എന്ന് വിചാരിക്കരുത്, ഞാൻ ചെയ്ത് കാണിച്ചിട്ടേ ഇന്ന് പോവുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം, നമുക്ക് ഉത്തരം കിട്ടുമോന്ന് അറിയാനാണ്. B = A+C/2 ഒരാൾക്ക് കിട്ടിയെന്നല്ല, ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഉത്തരം തെറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സമയം തരാം, ചെയ്തോളൂ. ഈ ലേറ്റ് ആയിട്ട് വന്നവരുടെ അടുത്ത് പറയാണ്, എനിക്കറിയാം നിങ്ങളൊക്കെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 9 മണി തൊട്ട് 10 മണി വരെയാണ് ക്ലാസ് രാത്രി. നാളെയും ഉണ്ട് 9 തൊട്ട് 10 വരെ. ക്ലാസ്സിന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കറക്റ്റ് 9 മണിക്ക് തന്നെ കയറണം കേട്ടോ. പിന്നെ എൻ്റെ പ്രൊഫൈൽ നെയിം പ്രീതാറ്റി ആണ്, അത് ഫോളോ ചെയ്യണം. അപ്പൊ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. ആർക്കോ കിട്ടിയില്ല, ഞാൻ പറഞ്ഞു തരും, ധൈര്യമായിട്ടിരുന്നോ. എൻ്റെ ടെലഗ്രാം ചാനലിന്റെ നെയിമും ലിങ്കും കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഗൗരിക്കാണോ കിട്ടാത്തത്? നമുക്ക് ചെയ്യാൻ ഗൗരി, ധൈര്യമായിട്ടിരി. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ബിക്ക് പകരം എന്താണ്, 2x + 1 ആണ്. 2x + 1 = A+C/2 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2x + 1 = x ഉം കൂടെ കൂട്ടുമ്പം 2x, +3ഉം -4ഉം കൂടെ കൂട്ടുമ്പം -4/2 എന്ന് വരും. അപ്പൊ 2x + 1 = 2x-നെ 2 കൊണ്ട് വായിക്കണം, 4-നെ 2 കൊണ്ട് വായിക്കണം. അപ്പൊ x - 2 എന്ന് വരും, ശരിയല്ലേ? ഇനി ഈ x-നെ ഇപ്പുറത്തും കൊണ്ടുവരണം, ഈ 1-നെ ഇപ്പുറത്തും കൊണ്ടുവരണം. സോറി കേട്ടാ. 2x - x -2, ഈ +1 ഇപ്പുറത്ത് വരുമ്പോൾ -1. അപ്പൊ x is equal to -3 എന്ന് കിട്ടും. മനസ്സിലായോ? ശബ്ദം പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചോദ്യം, ഈ 9ാമത്തെ ചോദ്യം തൊട്ട് നാളെയും നമുക്ക് ചെയ്യാം. കാരണം ഇന്ന് 3-4 ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ തൊണ്ടയ്ക്ക് പ്രോബ്ലം. സോറി. നമുക്ക് നാളെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് PSCക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ടൈപ്പാണ്.
അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസും കൊണ്ട് ഞാൻ വരാം. ഓക്കെ, ഇത് മാത്രം ആലോചിക്കുക. ബി ഈക്വൽ ടു എ പ്ലസ് ഇ ബൈ 2. ഇത് എ, ഇത് ബി, ഇത് സി. ബി ഈക്വൽ ടു എ പ്ലസ് ഇ ബൈ 2. എക്സും എക്സും കൂട്ടിയപ്പോ 2x, 3യും -4ഉം കൂടെ കൂട്ടിയപ്പോ -4. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് a പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം a ബൈ 2 പ്ലസ് ബി ബൈ 2 എന്നാണ്. അപ്പൊ 2x/2 നമുക്ക് x കിട്ടും, -4/2 നമുക്ക് -2ഉം കിട്ടും. എന്നിട്ട് എക്സ് വരുന്ന ടേംസ് ഒരു സൈഡിലും നമ്പേഴ്സ് ഒരു സൈഡിലും. അപ്പൊ 2x - x x എന്ന് കിട്ടും, -2 -1 -3 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ -3 ആണ്. ഒരുപാട് പേര് -3 ഉത്തരം പറഞ്ഞു. ഓക്കെ, തെറ്റിപ്പോയത് ശ്രദ്ധിക്കുക. കുഴപ്പമില്ല ഗൗരി, കുഴപ്പമില്ല. അതൊക്കെ ഇതിന്റെ ഇടയിൽ, ഈ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇന്ന് ഇച്ചിരി ക്ലാസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയത് കൊണ്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ലേറ്റ് ആയ വന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, എൻ്റെ പ്രൊഫൈൽ നെയിം പ്രീത ടി ആണ്. എന്താ പറയാൻ, ഫോളോ ചെയ്യണം, എല്ലാ ക്ലാസ്സിലും കയറണം. എല്ലാ ദിവസവും 9 മണി തൊട്ട് 10 മണി വരെയാണ്. തീർച്ചയായിട്ടും കാണണം. അതേപോലെ എൻ്റെ ടെലഗ്രാം ചാനലും എൻ്റെ നെയിമും ലിങ്കും തന്നിട്ടുണ്ട്, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയണം. ഓക്കെ, ഈ ക്ലാസ് കാണുന്നവരും പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണണം. കണ്ട് വെറുതെ നോക്കിക്കൊണ്ടിരിക്കരുത്, ചെയ്ത് 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 പ്രാക്ടീസ് ആവണം. ഓക്കെ, ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആ ഷോർട്ട് കട്ട് മനസ്സിൽ വരണം. ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു അർജുൻ. നാളെ രാത്രി 9 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പ്ലസ് കോഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നാളെ രാവിലെ 7 തൊട്ട് 8:30 വരെ നാളെ പുതിയ ഈ വീക്കിലെ ക്ലാസ് തുടങ്ങിയാണ്. അപ്പൊ 7 to 8:30 രാവിലെ പ്ലസ് കോഴ്സ്, രാത്രി 9 തൊട്ട് 10 വരെ നമുക്ക് സ്പെഷ്യലിന് എല്ലാവർക്കും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ. റെഫറൽ കോഡ് പ്രീത ടി ആണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നവര് പ്രീത ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെഫറൽ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രീത കഴിഞ്ഞിട്ട് സ്പേസ് ഇല്ലാതെ ഓർത്തോണം, കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ. അപ്പം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ഇഷ്ടം